ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഇതിനും സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ അവരെയും നയിക്കുമാറാകട്ടെ. ഉപവാസത്തിന്റെ ദൈർഘ്യം, ഉപവാസത്തിന്റെ സ്റ്റേജസ്, അതിന്റെ ചരിത്രം, അതിന്റെ നാച്ചുറൽ ഹൈജീന്റെ വീക്ഷണം, അതിന്റെ ബയോളജിക്കൽ വീക്ഷണം, ഫാസ്റ്റിംഗ് എന്താണ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതിനു മുമ്പുള്ള ദിവസങ്ങളിൽ ക്രമമായിട്ട് സംസാരിച്ചതാണ്. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ ഉപവാസം ചെയ്യുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ചില പ്രതിസന്ധികളുണ്ട്. നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച്, ശമന പ്രതിസന്ധികളെ കുറിച്ച്. അപ്പൊ ഉപവാസം എന്നുള്ള കോണ്ടെക്സ്റ്റിൽ അതിനെ ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ അത് എന്താണത് എന്ന് സൂചിപ്പിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ ഇന്ന് അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വിഷയം ഇങ്ങനെ പറയുന്നു: Healing crisis during fasting is a temporary response as the body cleans and restores balance. ഉപവാസവേളയിലെ ശമന പ്രതിസന്ധി. നാച്ചുറൽ ഹൈജീനിൽ ഒരു രോഗശാന്തി പ്രതിസന്ധിയെ പുതിയൊരു രോഗമായല്ല, മറിച്ച് പുറന്തള്ള പ്രക്രിയയോടുള്ള പ്രതികരണമായാണ് കാണുന്നത്. ഉപവാസ സമയത്ത് ദഹനം നിലയ്ക്കുമ്പോൾ അടിസ്ഥാന ഊർജം ശാരീരിക അറ്റകുറ്റപ്പണികളിലേക്കും അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇത് തലവേദന, ബലഹീനത, ഓക്കാനം, നാവിൽ പാടകെട്ടൽ, ചർമ്മത്തിലെ തിണർപ്പുകൾ, ദേഹവേദന, വൈകാരിക മാറ്റങ്ങൾ തുടങ്ങിയ താൽക്കാലിക ലക്ഷണങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഈ പ്രതികരണങ്ങൾ തിരമാലകളെ പോലെ വരികയും പോവുകയും ചെയ്യുന്നു. ആഴത്തിലുള്ള ശുദ്ധീകരണത്തെ സൂചിപ്പിച്ചുകൊണ്ട് പഴയ ലക്ഷണങ്ങൾ പോലും ചുരുങ്ങിയ സമയത്തേക്ക് തിരിച്ചു വന്നേക്കാം. മരുന്നുകളോ ഉത്തേജകങ്ങളോ ഉപയോഗിച്ച് ലക്ഷണങ്ങളെ അടിച്ചമർത്താതെ ശാന്തത പാലിക്കുക, പൂർണ്ണ വിശ്രമം എടുക്കുക, ശുദ്ധമായി ശ്വസിക്കുക, ദാഹത്തിനനുസരിച്ച് വെള്ളം കുടിക്കുക, ജലം ഉപയോഗിച്ച് താപവ്യതിയാനം വരുത്തുക എന്നിവയാണ് ഇതിനുള്ള ഏറ്റവും നല്ല പ്രതികരണം. എങ്കിലും ലക്ഷണങ്ങൾ കഠിനമാവുകയാണെങ്കിൽ സാവധാനം ഉപവാസം അവസാനിപ്പിക്കുകയോ വൈദ്യസഹായം തേടുകയോ ചെയ്യേണ്ടതുണ്ട്. ശരിയായ രീതിയിൽ മനസ്സിലാക്കിയാൽ രോഗശാന്തി പ്രതിസന്ധി എന്നത് സന്തുലിതാവസ്ഥയും ക്രമവും പുനഃസ്ഥാപിക്കുവാനുള്ള ശരീരത്തിന്റെ ബുദ്ധിപരമായ ശ്രമത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. അപ്പോ ഇതാണ് നമ്മൾ ഈ ഹീലിംഗ് ക്രൈസിസ് അഥവാ ശമന പ്രതിസന്ധി അല്ലെങ്കിൽ രോഗശാന്തി പ്രതിസന്ധി എന്നൊക്കെ പറയുന്ന ആ ഒന്ന്. ഉപവാസം എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് ഭക്ഷണം കഴിക്കാത്തതിന്റെ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകും, അതുറപ്പാണ്. അപ്പോ ഭക്ഷണം കഴിക്കാത്തതിന്റെ അസ്വാസ്ഥ്യം എന്ന് പറയുന്നത് നമുക്ക് തളർച്ചയായിട്ട്, ക്ഷീണമായിട്ട് ഒക്കെ വരാം. ഇപ്പോ സ്ഥിരമായിട്ട് ചായ കുടിക്കുന്ന ആളുകൾക്ക് ഒരു നേരം ചായ കുടിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ തലവേദന വരുന്നത് കാണാനാവും. അപ്പോ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു നേരം ചായ കുടിക്കുന്ന ആൾ ചായ കുടിക്കാതെ ആകുമ്പോൾ തലവേദന വരുന്നു എന്ന് പറയുമ്പോൾ, നമ്മൾ ഇതെല്ലാം കഴിച്ചു കൂട്ടിയ ഒരാൾ ഉപവാസത്തിലേക്ക് തിരിയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ശരീരം അവിടെ ഇവിടെയും കിടക്കുന്ന, ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ കിടക്കുന്ന, കുടലിനകത്ത് കിടക്കുന്നത്, പിന്നെ അതുപോലെ തന്നെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കിടക്കുന്ന പലതിനെയും എടുത്തങ്ങ് റൊട്ടേറ്റ് ചെയ്യും. അത് തലയിലൂടെ നമ്മുടെ തലച്ചോറിലെ രക്തധമനികളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് തലവേദന ഉണ്ടാവും. അതുപോലെ തന്നെ ശരീരത്തിന് ഈ ക്ലൻസിങ് പ്രോസസ്സിന് വേണ്ടി ഉയർന്ന ഊർജം ആവശ്യമാണ്. അതിനുവേണ്ടി ഊർജത്തെ തിരിച്ചു വിടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും തളർച്ചയുണ്ടാവും. അപ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ രോഗമാണെന്ന് നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ രോഗമാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന സുഖക്കേടുകൾ, അസുഖങ്ങൾ ഇവിടെ പലപ്പോഴും പ്രത്യക്ഷമാകും. അപ്പോ ആ പ്രത്യക്ഷമാകുന്നതിനെയാണ് രോഗശാന്തി പ്രതിസന്ധി അല്ലെങ്കിൽ ശമന പ്രതിസന്ധി എന്ന് പറയുന്നത്. ഈ ശമന പ്രതിസന്ധി എന്ന് പറയുന്ന സത്യത്തിൽ ഒരു രോഗമല്ല, ഈ പുറന്തള്ള പ്രക്രിയയോടുള്ള ശരീരത്തിന്റെ പ്രതികരണമാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോ ഒരു നേരം ഭക്ഷണം കഴിക്കാതെ വന്നു കഴിഞ്ഞാൽ ശരീരം തളർച്ച വന്നു, ഞാൻ മരിക്കാൻ പോവാണ്, അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാതേക്കാം എന്നാണ് നമ്മളെല്ലാം കരുതുക. ശരീരം ശുചീകരിക്കുന്നതിന്റെ ലക്ഷണമാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നല്ല രീതിയിൽ ടോയ്ലറ്റിൽ പോകാൻ തോന്നി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ കഴിയില്ല. നമുക്ക് എങ്ങനെയെങ്കിലും ടോയ്ലറ്റിൽ പോയാൽ മതി എന്നുള്ളത് ജനിച്ച കാലം പോലെ ചെയ്യുന്നൊരു പ്രക്രിയ ആയതുകൊണ്ട് നമുക്ക് അത് ഒരു മരണപ്രക്രിയയാണെന്ന് തോന്നില്ല. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നല്ല പോലെ നമുക്ക് ടോയ്ലറ്റിൽ പോകാൻ കഴിയും. അപ്പോ
യാദൃശ്ചികമായിട്ട് ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് കേട്ടിട്ടോ കണ്ടിട്ടോ ഇല്ലാത്ത ഒരാൾക്ക് കമ്മ്യൂണിൽ വന്ന് ജീവിച്ചപ്പോൾ അയാൾക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. അപ്പോ അതൊരു സ്ത്രീയാണ്. അപ്പൊ ഞാൻ അവർക്ക് എനിമ എടുക്കാൻ പറഞ്ഞു. എനിമയ്ക്കാനൊക്കെ കൊടുത്ത് ടോയ്ലറ്റിലേക്ക് വിട്ടു. അവർക്ക് അതിന്റെ പേരിൽ കുറെ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പുറത്തു നിന്ന് പറഞ്ഞ് തീർത്തു കൊടുത്തിട്ട് അവരെ കൊണ്ട് എനിമ എടുപ്പിച്ചു. എനിമ എടുത്ത് അവരുടെ വയറിലുള്ളതെല്ലാം പോയതിനു ശേഷം അവർ തിരികെ വന്നു. ആദ്യമായിട്ടാണ് അവർ എനിമ എടുക്കുന്നത്. അവർ വയറിളക്കം പോലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. അവർ തിരികെ വന്നതിന് ശേഷം അവർ ആകെ തളർന്നവിടെ വീണ് കിടന്നു. ഈ മലം പോവുക എന്നുള്ളത് അപ്പൊ അന്ന് മുതൽ നമ്മൾ പറയുന്ന ഒരു പറച്ചിലാണ് മലം പോയാൽ ബലം പോയി. അവര് ആ കിടന്ന കിടപ്പ് എന്റെ കണ്ണിൽ ഇപ്പോഴും ഉണ്ട്. അത് 25-27 കൊല്ലം മുമ്പ് സംഭവിച്ചതാണ്. ഒരു 22-23 വയസ്സുള്ള ഒരു പെൺകുട്ടി അല്ലാതെ ഒരമ്മയായിരുന്നു. അപ്പോ അവരുടെ ആ കിടപ്പ് ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ആ കിടപ്പ് മരിക്കുന്ന പോലെയാണ്. അവര് എല്ലാം തീർന്നു എന്നുള്ള രീതിയിലാണ് അവർ വന്ന് കിടന്നത്. മലം പോയപ്പോൾ ഉണ്ടായ ഒരവസ്ഥയാണ്. വെറും മലം പോകുന്നു, നിത്യേന പരിചയമുള്ള മലം പോകുന്ന സമയത്ത് ഇതുമാതിരി ക്ഷീണമാണെങ്കിൽ, ഇതുമാതിരി പ്രശ്നമാണെങ്കിൽ, എന്നുവെച്ചാൽ മലം ശരിയായി പോയത് അനുഭവം അവർക്ക് ഇല്ലാത്തതിന്റെ പ്രശ്നമാണിത്. അതുപോലെ നമ്മുടെ ശരീരത്തിലെ പല കാര്യങ്ങളും വെളിയിലേക്ക് തള്ളുന്ന സമയത്ത് ശരീരം കാണിക്കുന്നത് ഇതുപോലുള്ള കുറച്ച് പ്രതിസന്ധികളായിരിക്കില്ലേ. അതൊരിക്കലും പുതിയ രോഗമല്ല. അത് പുറന്തള്ള പ്രക്രിയയുടെ ഒരു പാറ്റേൺ ആണ്. അപ്പോ ഉപവാസ സമയത്ത് ദഹനം നിലയ്ക്കുമല്ലോ. ദഹനത്തിനുള്ള മെറ്റീരിയൽ നമ്മൾ കൊടുക്കുന്നില്ല. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ ദഹിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഊർജത്തെ പിടിക്കാനും വലിക്കാനൊക്കെ കുറച്ചേറെ ശരീരം ശ്രമിച്ചതിന് ശേഷം ആ ഊർജത്തെ എടുത്തിട്ട് അറ്റകുറ്റപ്പണികളിലേക്കും അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യലിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കും. അപ്പോൾ ഈ ദഹനത്തിന് ഉപയോഗിക്കുന്ന ഊർജത്തെ എടുത്ത് ഉപയോഗിക്കുമ്പോൾ അത്രയും ഊർജം ഒന്നും മതിയാവില്ല. ആ സമയത്ത് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ശരീരത്തിന്റെ എക്സ്റ്റേണൽ ഓർഗൻസിലുള്ള സപ്ലൈ സിസ്റ്റം ഉണ്ടല്ലോ, അത് സിമ്പത്തറ്റിക് ആക്ടിവിറ്റിക്ക് വേണ്ടിയുള്ള ആ ഊർജത്തെ അങ്ങ് വലിച്ചിട്ട് അത് നേരെ ശരീര ശുചീകരണത്തിന് വേണ്ടി, ആന്തരിക ശുചീകരണത്തിന് വേണ്ടി, പാരാസിമ്പത്തറ്റിക് ആക്ടിവിറ്റിക്ക് വേണ്ടി അത് ശരീരം ഉപയോഗിക്കും. അപ്പൊ ഈ ഉപയോഗിക്കുന്ന സമയത്താണ് ക്ഷീണം വരിക, ഭയങ്കരമായിട്ടുള്ള ക്ഷീണം വരിക. അപ്പോ ഈ ക്ലെൻസിങ് പ്രോസസ് നടക്കുന്നതിന്റെ ഭാഗമായിട്ട് തലവേദന വരും. മാത്രമല്ല, ഈ കുടലിനകത്ത് കിടക്കുന്ന സാധനങ്ങളുണ്ട്. കുടലിനകത്ത് ഈ ഇസോഫേഗസിലേക്ക് ആദ്യ ഭാഗത്തൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന പല കാര്യങ്ങളുണ്ടാവും. ഇവയെല്ലാം വെളിയിലേക്ക് തള്ളാനായിട്ട് ഓക്കാനുണ്ടാവും. ഇതിനു മുമ്പ് കഴിച്ചതിന്റെ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നതുകൊണ്ടാണ് ഓക്കാനം വരുന്നത്. പക്ഷെ നമുക്കത് ഛർദി അല്ലെങ്കിൽ വലിയൊരു അപകടം വരുന്നു എന്നുള്ള രീതിയിലാണ് നമുക്ക് തോന്നുക. ഉള്ളിലേക്ക് ഭക്ഷണം അകത്തേക്ക് ചെല്ലാതെ നാവ് എൻഗേജഡ് ആകാതെ നിൽക്കുന്ന സമയത്ത് നാവ് വഴി ഉള്ള ഒരു വിസർജനത്തിന് വേണ്ടി ശരീരം ശ്രമിക്കും. അതിന്റെ ഭാഗമായിട്ട് നാവില് പാട കിട്ടും. ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ ഈ ശരിക്കും പ്രോപ്പറായിട്ട് ശരീരമായിട്ട് സിൻക്രണൈസ് ചെയ്ത് നിൽക്കാതെ മാലിന്യങ്ങൾ ഉണ്ടല്ലോ, സ്കിന്നിനകത്തുള്ള കൊഴുപ്പുകളൊക്കെ, സ്കിന്നിന്റെ താഴെയുള്ള കൊഴുപ്പുണ്ടല്ലോ, ഇവയെല്ലാം പിളർത്ത് വെളിയിലേക്ക് തള്ളാൻ തയ്യാറായി നിൽക്കും. ശരീരത്തിൽ അവിടെ ഇവിടെയും കിടക്കുന്ന മാലിന്യങ്ങളെ ഇളക്കി കളയുന്നത് കൊണ്ട് അവ ഇളക്കി രക്തത്തിലേക്ക് കയറ്റുന്നതിന്റെ ഭാഗമായിട്ട് ദേഹവേദന ഉണ്ടാവും. ഈ സമയത്തെല്ലാം തന്നെ നമ്മുടെ ബോഡി സിസ്റ്റം ടോട്ടലി വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളോടുള്ള താല്പര്യം പിൻവലിക്കുന്നതിന്റെ ഭാഗമായിട്ട് എൻഡോക്രൈൻ സിസ്റ്റം നമ്മുടെ ഇമോഷണൽ സ്ട്രക്ചറിനെ തന്നെ അങ്ങ് തകിടം മറിക്കും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മൂഡ് സ്വിങ്സ് ഉണ്ടാവും എന്ന് അറിയാൻ പറ്റും. അപ്പോ ഇവ ഉണ്ടാവും. അത് ഓരോരുത്തരിലും വ്യത്യസ്തമായിരിക്കും. ഓരോ വ്യക്തിക്ക് അനുസരിച്ചും അവരുടെ ശാരീരിക ഘടനയ്ക്കനുസരിച്ച് അതിന് മുമ്പുള്ള ശീലത്തിനനുസരിച്ചൊക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പോ ഇത് ഒരു താൽക്കാലിക ലക്ഷണം എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇത് പെർമനന്റ് അല്ല. ഓക്കാനം വന്നു, അത് പെർമനന്റ് ആയിട്ട് നിൽക്കില്ല. തലവേദന വന്നു, അത് പെർമനന്റ് ആയിട്ട് നിൽക്കില്ല, അത് പോവും. പക്ഷെ അത് കടന്നു പോവുക എന്നുള്ള കാര്യം അത് ചെയ്യുന്ന വ്യക്തിക്ക് അറിയണം. ഹീൽ ചെയ്യുന്ന വ്യക്തിക്ക് അറിയണം. ഹീൽ ചെയ്യുന്ന വ്യക്തിക്കല്ല, ഉപവസിക്കുന്ന വ്യക്തിക്ക് അറിയണം. അതിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും അറിയണം. അറിഞ്ഞെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു പ്രശ്നം വരും എന്നുള്ളത് അറിഞ്ഞിട്ട്, ഇപ്പൊ നമ്മളൊരു വാഹനമായിട്ട് ഒരിടത്ത് പോവുകയാണെങ്കിൽ ഒരിടത്ത് ചെറിയൊരു ഗട്ടറൊക്കെ ഉണ്ട് എന്നുള്ളത് കണ്ടിട്ട് നമുക്ക് ഇനി അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്ന് കരുതി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ആകെ മുഷിഞ്ഞു പോകും. അതിന് പകരം യാത്രയ്ക്ക് മുമ്പ് തന്നെ അവിടെ ഇത്ര ഭാഗത്ത് ഇത്ര കിലോമീറ്റർ കഴിയുമ്പോൾ അവിടെ ഇന്ന ട്രബിൾസ് ഉണ്ടെന്ന് അറിഞ്ഞ് കഴിഞ്ഞാൽ അത് അറിഞ്ഞ് നമ്മൾ ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കുമ്പോൾ കാണിക്കല്ലോ ചുവന്ന വര. അതുപോലെ നമുക്കൊരു ചുവന്ന വര എവിടെ ഉണ്ടെന്നുള്ള അറിഞ്ഞിട്ട് വേണം യാത്രയ്ക്ക് പോകാൻ. അപ്പോൾ ഈ പറഞ്ഞ പ്രതികരണങ്ങൾ, ശരീരത്തിന്റെ പ്രതികരണങ്ങൾ, അത് ഓരോ സമയത്തും എന്നുവെച്ചാൽ 1-ാം ദിവസം 2-ാം ദിവസം 3-ാം ദിവസം ഒന്നുമില്ല.
പല സമയങ്ങളിലായിട്ട് ഇത് ഒരു തിരമാലയെ പോലെ ഇങ്ങനെ വന്നും പോയി കൊണ്ടിരിക്കും. ഒരു തിരമാലയെ പോലെ, തിരമാലകളെ പോലെ വരികയും പോവുകയും ചെയ്യും. ഈ അകത്ത്, ശരീരത്തിന്റെ അകത്ത് ഇൻഡെപ്ത് ആയിട്ട് ഉണ്ടാവുന്ന ചില ഇഷ്യൂസ് ഉണ്ടല്ലോ. ഈ ഇഷ്യൂസ് നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ശമനം എന്നുള്ളത് ഘട്ടമായിട്ടാണ്, റോൾ ബാക്ക് മെത്തേഡിലൂടെയാണ് പോവുക. ആദ്യം വന്ന രോഗം അവസാനമേ പോവുള്ളൂ, അവസാനം വന്ന രോഗം ആദ്യമേ പോകും. അപ്പൊ ആ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ അവസാനം വന്ന രോഗത്തിന്റെ ലക്ഷണം അത് കുറച്ചു നേരത്തേക്ക് കാണിക്കും. ഇറിറ്റേഷൻ ആണ് അവസാനം വന്നതെങ്കിൽ ആ ഇറിറ്റേഷൻ ആദ്യം കാണിക്കും. അങ്ങനെ എല്ലാം ഒരല്പസമയത്തേക്ക് കാണിച്ച് പോവും. അപ്പോൾ ഇതെന്തായി സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാകാതിരുന്നിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റിംഗ് എന്നുള്ളത് അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങിപ്പോയേക്കാം. അപ്പോൾ ഈ പഴയ ലക്ഷണങ്ങൾ, പഴയ അസുഖത്തിന്റെ ലക്ഷണങ്ങൾ ശുചീകരണത്തിന്റെ ഭാഗമായിട്ട് വന്നു പോകും. പക്ഷെ അത് കുറഞ്ഞ സമയത്തേക്കാണ്. ഇതൊക്കെ കാണുന്നതോടുകൂടി നമ്മളാകെ ഭയന്ന് വശമായിട്ട് ഉടനെ ഒന്നുകിൽ മരുന്ന് കഴിക്കും, അല്ലെങ്കിൽ ഉത്തേജകങ്ങൾ കഴിക്കും. എന്നിട്ട് ഈ ലക്ഷണങ്ങളെ നിർത്താൻ നോക്കും. ഉപവാസത്തെക്കുറിച്ച് അറിയുന്നവർ പോലും ചെയ്യുന്ന ഒരു അബദ്ധമാണിത്. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ കൃത്യമായിട്ട് ശാന്തത പാലിക്കുക. ഈ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് അറിഞ്ഞുകൊണ്ട് ശാന്തത പാലിക്കുക, വിശ്രമിക്കുക, പൂർണ്ണമായിട്ടും വിശ്രമിക്കുക, നല്ലപോലെ ശ്വസിക്കുക. അതുപോലെ വെള്ളം ആവശ്യത്തിന് കുടിക്കുക. ഈ ഫാസ്റ്റിങ്ങിന്റെ സമയത്തുള്ള വെള്ളം കുടി എന്നുള്ള ഒരു വലിയ ചാലഞ്ചാണ്. കാരണം വെള്ളം ആദ്യമൊക്കെ നമുക്ക് വെള്ളം കുടിക്കാനൊക്കെ തോന്നും. കുറച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തോട് നമുക്ക് ഭൂലോകത്തുള്ള ഏറ്റവും വലിയ കലിപ്പുണ്ടാവും. അതുമാതിരി നമുക്ക് വെള്ളത്തിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാതെ വരും. പിന്നെ നമുക്ക് ശരീരത്തിനകത്തേക്ക് വെള്ളം കയറ്റാനുള്ള മറ്റൊരു വഴിയുണ്ട്. അത് ശരീരത്തെ നനഞ്ഞ തുണി കൊണ്ട് തുടയ്ക്കുക എന്നുള്ളത്. കാരണം ശരീരത്തിന് വെള്ളം ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ നനഞ്ഞ തുണി കൊണ്ട് തുടയ്ക്കുക എന്നുള്ളത്. ഇത് മാത്രമല്ല, ഈ ശമന പ്രതിസന്ധികൾ ഉണ്ടാകുന്ന സമയത്ത് താപവ്യതിയാനം വരുത്തുകയാണെങ്കിൽ, ഇപ്പോ ഓക്കാനം വന്നുകൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ വയറിനകത്ത് ഭയങ്കര അസ്വസ്ഥത വരികയാണ്, വെറ്റ് പാക്ക് ചെയ്താൽ മതി. ഒരു തോർത്ത് നനച്ച് ചുറ്റി കെട്ടിയാൽ മതി. കുറച്ചു നേരം കഴിയുമ്പോൾ ഈ താപവ്യതിയാനം വരുന്നതിനനുസരിച്ച് ശരീരം മാറി പ്രതികരിക്കാൻ തുടങ്ങും. തലവേദന നല്ലപോലെ വന്നു കഴിഞ്ഞാൽ തലയിൽ നനച്ച് തുണിയിടുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം നമുക്ക്. ഇങ്ങനെ ചെയ്യലാണ് നല്ല പ്രതികരണം. അല്ലാതെ നമ്മൾ ഇതിന് അടിച്ചമർത്തലല്ല. അടിച്ചമർത്തൽ ഈ ഫാസ്റ്റിങ്ങിന്റെ ഗുണവും കിട്ടില്ല, അത് പുതിയ ദോഷങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇതൊക്കെ പറയുമ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ലക്ഷണങ്ങൾ കഠിനമാവുന്നു, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ അതിനെ അതിജീവിച്ച് അപ്പുറത്തേക്ക് പോകും. പക്ഷെ നിങ്ങൾക്കത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങളൊരു ആ ഉപവാസം പതുക്കെ അവസാനിപ്പിക്കുക, അല്ലെങ്കിലോ ഇതിനെക്കുറിച്ച് നല്ലപോലെ അറിയുന്ന ഒരു വൈദ്യന്റെ സഹായം തേടുക. പിന്നെ നല്ലപോലെ അറിയാത്തൊരു വൈദ്യന്റെ സഹായം തേടിയാൽ അത് മരണത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും എന്നുള്ള കാര്യം കൂടെ പലർക്കും അനുഭവമുണ്ട്. അതുകൂടെ മനസ്സിലാക്കുക. അപ്പോ ശരിയായ രീതിയിൽ നമ്മൾ ഇതിനെ എടുക്കുകയാണെങ്കിൽ രോഗശാന്തി പ്രതിസന്ധി എന്ന് പറയുന്ന ഒരു സംഭവം, അത് ഹീലിംഗ് ക്രൈസിസ് എന്ന് പറയുന്നത് നമ്മുടെ ബാലൻസിലേക്ക് കൊണ്ടുവരുന്ന, സന്തുലിതാവസ്ഥ കൊണ്ടുവരുന്ന, അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ ഓർഡർ റീ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന, ശരീരത്തിന്റെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോ ഹീലിംഗ് ക്രൈസിസ് എന്ന് പറയുന്നത് ഹീലിംഗ് സംഭവിക്കുമ്പോൾ അതിന്റെ ഒരു മോണിറ്ററാണ്, കാണുമ്പോൾ നമുക്ക് പ്രകടമായി കാണുന്ന ഒരു മോണിറ്ററാണ്. അതിനൊരു അർത്ഥത്തിൽ വേണം എടുക്കാൻ. ഹീലിംഗ് നടക്കുന്നു എന്നാണ് അർത്ഥം. എന്റെ ശരീരം ശുചീകരിക്കപ്പെടുന്നു എന്നാണ് അർത്ഥം. നമ്മൾ വീട് വൃത്തിയാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാല് പണി തുടങ്ങിയിരിക്കട്ടെ, 2 ദിവസത്തേക്ക് ആ വീടിന്റെ പരിസരത്ത് പോകാൻ പറ്റില്ല. എന്തുകൊണ്ടാ? ആ ഉള്ളിലുള്ള മാലിന്യങ്ങളെല്ലാം എടുത്ത് വെളിയിലേക്ക് ഇടും. ആ സമയത്ത് വേറൊരു പരിപാടിയും നടക്കൂല. അതേപോലെ തന്നെയാണ് ശരീരം ശുചീകരിക്കാൻ ഒരു സമയത്ത് ശരീരത്തിനകത്തുള്ള മാലിന്യങ്ങളെല്ലാം വെളിയിൽ പോകും. മാലിന്യങ്ങളെല്ലാം വെളിയിൽ പോകും. ഇപ്പോൾ ആവർത്തിച്ച് ടോയ്ലറ്റിൽ പോയി എന്നിരിക്കട്ടെ, അതിന്റെ ദുർഗന്ധം, അതിന്റെ ബുദ്ധിമുട്ട്, അതിന്റെ കഷ്ടപ്പാടെല്ലാം ഉണ്ടല്ലോ. ഇതെല്ലാം കൊണ്ട് നമ്മൾ വിചാരിക്കുകയാണ് ഇതെല്ലാം പ്രശ്നമാണെന്ന് നമ്മൾ വിചാരിച്ചാൽ ശരീരം ശുചിയാവണോ? വിസർജിക്കണം. വിസർജനത്തിലൂടെ മാത്രമേ പോകുള്ളൂ. അപ്പൊ വിസർജനത്തിന് പല ഘട്ടങ്ങളുണ്ട്. വന്ന രോഗങ്ങൾക്കനുസരിച്ച് എവിടെയെല്ലാം എന്തെല്ലാം കെട്ടിക്കിടക്കണമെന്നനുസരിച്ച് പലതരം ലക്ഷണങ്ങൾ വരും. ഈ ലക്ഷണങ്ങൾ വരുമെന്ന് അറിഞ്ഞുകൊണ്ട് വേണം ഉപവാസത്തിലേക്ക് കയറാൻ. അങ്ങനെ ലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ ശാന്തതയോടാണ് നേരിടേണ്ടത്. താപവ്യതിയാനം വരുത്തിക്കൊണ്ടാണ് കൈകാര്യം ചെയ്യേണ്ടത്. പക്ഷെ നമ്മുടെ പിടിവിട്ടു പോകുന്നുണ്ടെങ്കിൽ വൈദ്യന്റെ സഹായം തേടുന്നതിന് മടി വിചാരിക്കരുത് എന്നതുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.